വോയേജ് ത്രിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആക്ച്വലി ഈ ദിവസം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഈ എക്സൈറ്റ്മെൻറ്റ് അറ്റ് പീക്ക് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഞാനും സിജോയും നിൽക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗോ ഫുഡ് വ്ലോഗോ ഒന്നുമല്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു വണ്ടി, അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ റിവ്യൂമാണ് നിങ്ങളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ വണ്ടി എന്താണെന്നൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം പറയുന്നില്ല, നിങ്ങൾക്കും അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഞങ്ങളുടെ ചാനൽ, അതായത് വോയേജ് ത്രിൽസ് ആണ് ഇത് ആദ്യമായിട്ട് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നില്ല. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു സൗണ്ട് ലൈക്ക് ഐ ആം ഡ്രാഗിങ്. വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണണമെങ്കിൽ ബെല്ലൈക്കൺ ഞെക്കുക നോട്ടിഫിക്കേഷന് വേണ്ടി. നമ്മുടെ സാധനം ഇതാണ്. പക്ഷെ നമുക്കിനി അകത്തോട്ടായാലും കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ്. ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാരേജ് 999-ലാണ് നിൽക്കുന്നത്. ട്രയംഫിൻ്റെ റോക്കറ്റ് 3R എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഇതിൻ്റെ ഒരു CCയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് 2500 CC ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, വാ മച്ചന്മാരെ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് റോക്കറ്റ് 3R ആണ്. റോക്കറ്റ് 3R ഈ പേരിൽ തന്നെ ഉണ്ട്. ഈ സാധനം ഒരു പൊളി റോക്കറ്റ് തന്നെയാണ്. അപ്പം ഇത് ട്രയംഫിൻ്റെ ഇതിന് 2 വേരിയൻ്റ് ഉണ്ട്. ഒന്ന് സ്പോർട്സ് വേരിയൻ്റ് ആയിട്ടുള്ള ടൂറിംഗ് സ്പോർട്ട് വേരിയൻറ്റും ഉണ്ട്, അല്ലാതുള്ളത് റോഡ്സ്റ്റർ വേരിയൻ്റ് ആണ്. ഇത് റോഡ്സ്റ്റർ വേരിയൻ്റ് ആണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഈ റോഡ്സ്റ്റർ വേരിയൻ്റ് ഇത് 2.5 ലിറ്റർ എഞ്ചിനാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫ്രെയിം എല്ലാം അലൂമിനിയം ഫ്രെയിംസ് ആണ്. ആക്ച്വലി കമ്പനി പറയുന്ന CC എന്ന് പറയുന്നത് 2500 CC ആണ്. ബട്ട് ഓൺ റോഡ് 2458 CC ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ ഒക്കെ പവറാണ്. ഞാനിപ്പം നിൽക്കുന്നത് എന്താ പറയുന്നത്, സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ പവറുണ്ട്. സിജോ മുമ്പേ പറഞ്ഞതുപോലെ ഇത് 3 സിലിണ്ടറാണ് വണ്ടി 3 സിലിണ്ടറാണ്. ടയറിൻ്റെ സൈസ് കണ്ടോ, 240/50 mm ആണ് ടയർ സൈസ് എന്ന് പറയുന്നത്. കണ്ടോ, എൻ്റെ രണ്ട് കൈ വെച്ചാൽ കണ്ടോ കവർ ചെയ്യുന്നത്. 2 കൈ വെച്ചാലാണ് ഇത് കവർ ആവുന്നത്. വണ്ടിയുടെ ഫുൾ ഫ്രെയിം തൊട്ട് അലോയ്സ് എല്ലാ കാര്യത്തിലും അവർ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് അലൂമിനിയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കുക. പിന്നെ ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷാഫ്റ്റ് വെച്ചാണ് വണ്ടിയെ വലിക്കുന്നത്. ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളും പറയണമെങ്കിൽ തന്നെ ടോർക്ക് 221 ടോർക്കാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ അതേപോലെ തന്നെ 167 bhp ആണ് ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി പവർ കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഫസ്റ്റ് ഡെലിവറിയാണിത്. ഗിയർ എന്ന് പറയുമ്പോൾ 6 സ്പീഡാണ്. 6 സ്പീഡ് വണ്ടിയാണിത്. അത് 6 സ്പീഡ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഹെലിക്കൽ കട്ട് ഗിയർ ബോക്സ് ആണ്. നമ്മുടെ സാധാ വണ്ടികളിൽ കാണുന്നില്ല, ഇത് പുതിയൊരു അഡ്വാൻസ് ഇത് മെത്തേഡാണ്. ഹെലിക്കൽ കട്ട് ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഗിയറിങ് എല്ലാം സ്മൂത്തും ആയിരിക്കും. വണ്ടി ഷടയെന്ന് പറഞ്ഞാണ് വണ്ടി വലിച്ചോണ്ട് പോകുന്നത്. ആ വണ്ടി പവർ താങ്ങാനുള്ള ഗിയറാണ് ഇതിനുള്ള കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ട്രാൻസ്മിഷൻ എല്ലാം സ്മൂത്താണ്. ഇതിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ തന്നെ അതാണ്ട് റൈറ്റ് സൈഡിൽ തന്നെ 2 എണ്ണവും അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണവും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി NV അഗസ്റ്റ ബ്രുട്ടാലിയയിലാണ് നിങ്ങൾ അങ്ങനത്തെ എക്സോസ്റ്റ് കണ്ടുവരുന്നത്. ബട്ട് ഇത് നോക്ക്, 3 എക്സോസ്റ്റാണ് ഇതിനുള്ളത്. ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് ഇതിനുള്ളത്. ബാക്ക് നമ്മൾക്ക് ഈ വ്യൂ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഡുക്കാറ്റി എക്സ് ഡയവലിൻ്റെ ഒരു കട്ട് ഒരു ചെറിയ സാദൃശ്യം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ലുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം ഞാൻ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഷോവ ജപ്പാൻ കമ്പനിയാണ്. അപ്പം ഇതിൻ്റെ ബ്രേക്സ് ഈ റോക്കറ്റിനെ പിടിച്ചു നിർത്താൻ യൂസ് ചെയ്യുന്ന ബ്രേക്ക് ബ്രംബോയുടെ ABS ബ്രേക്കാണ് ഇതിനെ പിടിച്ചു നിർത്താൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു TFT ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഒരു പക്ക റൈഡറിന് പറ്റിയൊരു മീൻസ് എല്ലാ വ്യൂ ഇതിൽ തന്നെ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ടച്ചൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഇവിടെ തന്നെ നോക്കി അറിയാം. ഒരു മിനി മൊബൈൽ തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാവുന്ന പോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ്, ഐഫോൺ തുടങ്ങിയ എല്ലാ ഫോൺസും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, പെയർ ചെയ്യാൻ പറ്റും. ഒരു ലക്ഷറി കാറിൻ്റെ അകത്ത് കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ ഉണ്ട്. ഹൈഡ്രോളിക് ക്ലച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാ നമ്മുടെ ബാക്കി വണ്ടികൾ കാണുന്ന പോലെയല്ല, ഇത് ഹൈഡ്രോളിക്കാണ്. അതിൻ്റെ ആയിട്ടുള്ളൊരു കാലിബർ ഇവിടെ വെച്ചിട്ടുണ്ട്. സാധാ മറ്റേ ബാക്കി സൂപ്പർ ബൈക്സിൽ കാണുന്ന പോലെയല്ല. ഇതിൻ്റെ അകത്ത് ബട്ടൺസും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ ഇൻഡിക്കേറ്റർ വാണിയാസ് എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഹോം ബട്ടൺ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ക്ലിക്ക് ചെയ്യാനുള്ളൊരു ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 773 mm ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ 140 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. വണ്ടിയുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് സ്പോർട്ട് പ്ലസ് ക്രൂസറാണ്. രണ്ടും കൂടെ ഉള്ള ഒരു സംഭവമാണ്. നമ്മുടെ റോക്കറ്റ് 3R-ൻ്റെ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ താഴെ പ്രസ്സാണ്. അത് കഴിഞ്ഞിട്ടാണ് അകത്ത് കീ ഇടുന്നത്. പിന്നെ ഇതിൻ്റെ മിറർ, ഇതിന് ബാർ എൻഡ് മിററാണ് കണ്ടിന്യൂ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ബാക്കിയുള്ള ബൈക്സിലൊക്കെ സെൻട്രിൽ നിന്നല്ല, ബാർ എൻഡ് മിററാണ്. പിന്നെ ടോട്ടലി കാണുമ്പോൾ തന്നെ അറിയാം കുട്ടൻ ഒരു 2500 cc കുട്ടൻ. ഇത് 1.5 റോക്കറ്റ് തന്നെ ഇത്. ഓക്കെ, ആക്ച്വലി ഇതാണ് ഇതിൻ്റെ കീ. നമുക്ക് ഇതിൻ്റെ അകത്ത് താണ്ടി കീ ആക്ച്വലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെട്രോളിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കീലെസ് ആണ്. അപ്പം നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് ഈ കീ കൊണ്ടുവരിക. കീ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി വണ്ടി സ്റ്റാർട്ടാകാൻ വേണ്ടി. അല്ലാതെ നമ്മുടെ ബാക്കി ബൈക്കുകളെ പോലെ കീ ഇൻസേർട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ഇല്ല. അതൊരു നല്ല ഫംഗ്ഷനാണ് വണ്ടിയുടെ. പിന്നെ ഇതിൻ്റെ വില പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 23 lakhs ആണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 23 lakhs എന്ന് പറയുന്നത് ഓൺ റോഡ്, അല്ലാതെ ഷോറൂം പ്രൈസ് 18 lakh അല്ലേ? 18 lakh. അപ്പോൾ ബാക്കി ടാക്സും കാര്യങ്ങളും എല്ലാവരും കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പം 23 lakhs ആയിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ടയറിൻ്റെ കാര്യം പറഞ്ഞാൽ ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത് 140/80 ആണ് ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത്. വണ്ടിയുടെ കളറിനെ പറ്റി പറയാൻ വിട്ടുപോയി. നമ്മുടെ വണ്ടിയുടെ കളർ കൊറോസി റെഡാണ്. ആക്ച്വലി ഈ മോഡലിന് 2 ടൈപ്പ് കളേഴ്സാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് കൊറോസി റെഡും പിന്നെ രണ്ടാമതുള്ളതെന്ന് പറഞ്ഞാൽ ഫാൻറ്റം ബ്ലാക്ക്. അത് ടോട്ടലി ബ്ലാക്ക് കളർ തന്നെയാണ്. ആക്ച്വലി ഈ റോക്കറ്റ് 3R-ൻ്റെ ഈ സ്പെക്സിനുള്ള 2 കളേഴ്സ് ഇതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. പിന്നെ നമ്മളെ ഇന്ന് ഈ വീഡിയോയിലേക്ക് കുറേ പേര് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് ഡ്രോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഡ്രോൺ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഫ്ലൈ സ്കോഡ് 26 നമ്മുടെ സ്വന്തം ബ്രോ ആണ് ഡ്രോൺ ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തത്. താങ്ക് യു ബ്രോ. ഓക്കെ, അപ്പം മോൻ്റെ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ആശിഷ് ഫോട്ടോഗ്രാഫറാണ്, ഫോട്ടോബെൽ സ്റ്റുഡിയോ. പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിയോടുള്ള താങ്ക്സ് നമ്മൾ ഇതിൽ ഏർപ്പെടുത്തും. അപ്പം അടുത്ത വീഡിയോസിനായി സ്റ്റേ ട്യൂൺ.